നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ പുതിയ ക്ഷേത്ര പരമ്പര തുടങ്ങുകയാണ്. വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ വൈക്കം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച ക്ഷേത്രത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതുന്നു. 10 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ മഹാദേവന് അന്നദാന പ്രഭു എന്നൊരു പേരുമുണ്ട്. ക്ഷേത്രാങ്കണത്തിന്റെ വടക്കേ അറ്റത്ത് 2 നില ഊട്ടുപുര. അവിടെ ക്ഷേത്രകലാപീഠവും പ്രവർത്തിക്കുന്നു. ഊട്ടുപുരയുടെ വടക്കുമാറി അമ്പലക്കുളവും. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് വേമ്പനാട്ട് കായൽ നീണ്ടു നിവർന്നു കിടക്കുന്നു. അവിടെ ഒരു ബോട്ട് ജെട്ടിയുമുണ്ട്. ദിവസവും അവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ടാകും. ഗണപതി, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ, പനച്ചിക്കൽ ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. 3 പ്രതിഷ്ഠകൾ. അതിൽ 2 എണ്ണം അമ്പലത്തിനകത്തും 1 പുറത്തും. വൃശ്ചിക മാസത്തിൽ കറുത്ത പക്ഷത്തിലെ നവമി ആറാട്ടായുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര, കുംഭമാസത്തിലെ ശിവരാത്രി, കുംഭാഷ്ടമി ചിറപ്പ്, നവരാത്രി, മണ്ഡലകാലം, വിഷു, ദീപാവലി എന്നിവയും വിശേഷമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഇനി സ്ഥലനാമത്തിന്റെ ഐതിഹ്യം നോക്കാം. ഒരിക്കൽ ശിവലിംഗത്തിന്റെ അറ്റം കണ്ടെത്തിയതായി അസത്യം പറഞ്ഞ കുറ്റത്തിന് ഭഗവാൻ ശിവൻ ബ്രഹ്മാവിന്റെ 5 തലകളിൽ 1 വെട്ടിമാറ്റി. ഇതേ തുടർന്ന് ഭഗവാനെ ബ്രഹ്മഹത്യാ പാപം ബാധിച്ചു. ഇത് പരിഹരിക്കാനായി അദ്ദേഹം ബ്രഹ്മാവിന്റെ തലയോട്ടിയും കയ്യിലേന്തിക്കൊണ്ട് പാർവതി ദേവിക്കൊപ്പം നാട് മുഴുവൻ നടന്ന് ഭിക്ഷയാചിച്ചു. പലരും ഭഗവാന് ഭിക്ഷയായി പലതും കൊടുത്തു. എന്നാൽ തലയോട്ടി നിറഞ്ഞാൽ അത് അപ്പോൾ തന്നെ അദ്ദേഹം ഭസ്മമാക്കി കളഞ്ഞു. അങ്ങനെ 12 വർഷം കഴിഞ്ഞു. ഭഗവാൻ ദേവിയോടൊപ്പം ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോഴും തലയോട്ടി നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി ഭഗവാൻ തലയോട്ടി വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞ പ്രയോഗമാണ് വൈക്കമായതെന്ന് വിശ്വസിച്ചു വരുന്നു. ഇനി ക്ഷേത്രപ്രതിഷ്ഠയും നിർമ്മാണവും. ഖരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാല്യവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു. ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് 3 ശിവലിംഗങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി. തുടർന്ന് തൻ്റെ വലത് കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം ആരംഭിച്ചു. ഉണർന്നെണീറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല. താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി. തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാഘ്രപാദർ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു. തുടർന്ന് തൻ്റെ ഇടത് കൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായ കൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. ഇന്നും 3 ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു. വ്യാഘ്രപാദ മഹർഷി ശിവലിംഗം പൂജിച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഒടുവിൽ ഒരു വൃശ്ചിക മാസത്തിൽ കറുത്തപക്ഷത്തിലെ അഷ്ടമി ദിനത്തിൽ 7:30 വെളുപ്പിന് ശിവൻ പാർവതീ സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകി. ഈ ദിവസമാണ് വൈക്കത്തഷ്ടമിയായി ആചരിച്ചു വരുന്നത്. അഷ്ടമി നാളിൽ ഇവിടെ ദർശനം നടത്തുന്നത് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിനും സർവ ഐശ്വര്യത്തിനും ഏറ്റവും ഗുണകരമാണ് എന്നാണ് വിശ്വാസം.
ഈ ശിവലിംഗത്തിന്റെ മഹാത്മ്യം കേട്ടറിഞ്ഞ് സാക്ഷാൽ പരശുരാമനും തത്സമയം വൈക്കത്തെത്തി. ശിവലിംഗം കണ്ടപാടെ അദ്ദേഹം അതിനു മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. തുടർന്ന് ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തിയ പരശുരാമൻ ഉടനെ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിച്ചു. ആ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. എൻ്റെ ശ്രോതാക്കൾ എൻ്റെ വിവരണത്തിലുള്ള പരിമിതികൾ ക്ഷമിച്ചുകൊണ്ട് എന്നോട് സഹകരിക്കുമല്ലോ. വിവരണത്തിൽ എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ ശ്രീ വൈക്കത്തപ്പനോടും ക്ഷമ യാചിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.